നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ഈ ദേശത്ത് ഘോഷിക്കുകയാണ്. നോക്കുവിൻ, കാലാകാലങ്ങളായിട്ട് 2000 വർഷങ്ങളായിട്ട് ഭൂമിയുടെ എല്ലാ കോണുകളിലും തെരുക്കോണുകളിലും പ്രിയപ്പെട്ട ഉൾവനങ്ങളിൽ പോലും യേശുക്രിസ്തുവിനെ പറ്റി ഘോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ വിദ്യാസമ്പന്നരും നമ്മൾ സമ്പന്നന്മാരും ഒക്കെ ആയതുകൊണ്ട് പലപ്പോഴും എന്താണ് നമ്മൾ അതിനെ കൂടുതൽ ചെവിക്കൊള്ളാറില്ല. എന്നാൽ കഷ്ടത്തിലായിരിക്കുന്ന ജനം, ഇരുട്ടിലായിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് എഴുതിയിരിക്കുന്ന വണ്ണം പ്രിയപ്പെട്ട എത്രമാത്രം നമ്മൾ സമ്പന്നതയിൽ മൂടിയാലും എത്രമാത്രം അധികാരസ്ഥരായിട്ട് തീർന്നാലും നിന്റെ ഹൃദയത്തിന്റെ ഇരുട്ട് മാറ്റി കളയുവാൻ കഴിയത്തില്ല. അതാത് മതത്തിന്റെ ക്രിസ്തീയ മതം ഉൾപ്പെടെ ക്രിസ്തീയ മതത്തിന്റെ പാരമ്പര്യങ്ങളെ ആശ്രയിച്ചതുകൊണ്ടും നമ്മുടെ ഹൃദയത്തിന് സമാധാനം കൈവരുന്നതില്ല, പാപമോചനം നേടുന്നതുമില്ല. ആകയാൽ യേശുക്രിസ്തുവിനെ എല്ലായിടത്തും നരഭോജികളുടെ ഇടയിൽ പോലും ആമസോൺ വൻകാടുകൾ പോലും പ്രസംഗിക്കുന്നതിന്റെ കാര്യം എന്താണെന്നറിയാമോ? പ്രിയപ്പെട്ട മനുഷ്യരായിട്ട് ജനിച്ച നമ്മളെല്ലാവരും ഒരു ദിവസം ഇവിടെ മരിച്ചു പോകേണ്ടവരാണ്. എന്നാൽ മരിച്ചതിന് ശേഷം എന്തെന്ന് പലരും അറിയുന്നില്ല, ഞങ്ങളും അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഒരു മനുഷ്യന്റെ മരണത്തിന് ശേഷം എന്താ സംഭവിക്കുന്നത് ഞങ്ങൾക്ക് ഇന്ന് വ്യക്തതയുള്ളത് കൊണ്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും, മരണമുള്ള എല്ലാവരും അല്പനേരം ശ്രദ്ധിച്ചു കൊള്ളുവിന്. മക്കളായിട്ടുള്ളവരൊക്കെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ സുവിശേഷത്തിന് അല്പനേരം ചെവി കൊടുക്കുവിന്.